അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എവിടെ എത്തി? ഞങ്ങൾ വിരിപ്പാക്ക വീട്ടിലെത്തിയിട്ട് വീഡിയോസ് എടുക്കാൻ രാവിലെ ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ നേരം വിളിച്ചാകുമ്പോൾ നീച്ചിട്ട് ഞാൻ സോഫയിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ചായക്ക് വെള്ളം വെക്കാണ്ട് അങ്ങനെ കുറച്ച് നേരം സോഫയിൽ അങ്ങോട്ട് ഇരുന്നു കേട്ടാക്കി ഒരു എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോൾ ഞാൻ നീച്ചിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാ ചായയുടെ വെള്ളം വെച്ചത്. പിന്നെ ഞാൻ ഉണ്ണിമോളെ നെയ്പ്പിച്ച് മദ്രസയിൽ പറഞ്ഞയച്ചു. പിന്നെ സ്കൂളിൽ പറഞ്ഞയച്ച് കുട്ടികളെയൊക്കെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചുട്ടാ. അതിന് ശേഷം എൻ്റെ കുളിയും കഴിഞ്ഞ് ചായയോടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോറ് ഊറ്റുന്നതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ മുറ്റൊക്കെ ഏതാണ്ട് ഇലങ്കോലായി കിടക്കുന്നുണ്ട്. ആ ചുള്ളിവർഗമൊക്കെ ഉമ്മ ഉപ്പും കൂടിയിട്ട് അതൊക്കെ കൊത്തി ഒടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്ര അധികം കരടൊന്നുമില്ല. ആദ്യമൊക്കെ ഭയങ്കര കരടുണ്ടായിരുന്നു. അപ്പം മരങ്ങളൊക്കെ പോയ കാരണം വലിയ ഒരു വൃത്തികേടില്ല കേട്ടോ. അപ്പോൾ ഇക്കാലത്ത് ഞാൻ വന്നിരിക്കുക. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി ഇന്നൊക്കെ ലീവാണ്. ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, വീട്ടിലിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇക്കാനോട് പറയുക, സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ബില്ല് എഴുതാനൊക്കെ നോക്കട്ടിക്കുക. അങ്ങനെ മുറ്റൊക്കെ അടിക്കുകയാണ്. അത്യാവശ്യം ചപ്പും ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. കാറ്റ് നല്ല വീശിയ കാരണം ഈ ഒന്നാമത് ഈ തേക്കിൻ്റെ മുകളിൽ നിന്ന് വരുന്ന തേക്കിൻ്റെ ഇലയാണ് ഭയങ്കര പ്രശ്നം. പക്ഷെ തേക്ക് എണ്ണ വീഴച്ചിട്ടാണ് നിൽക്കുന്നത്. അടിയിൽ മണ്ണുമില്ല ഒന്നുമില്ല, വേരൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടാ. അങ്ങനെ മുറ്റടിക്കൽ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ട് വീഡിയോയിൽ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മുറ്റടിയാണ്. അങ്ങനെ മുറ്റൊക്കെ അടിച്ച് വരുമ്പോൾ ശരിക്കുമ്പോൾ ശരിത്താത്തൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, വീടിൻ്റെ അയൽവാസി. അപ്പോൾ അവരോട് കുറേ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു. എപ്പോഴാണ് വന്നതെന്നൊക്കെ എന്നോട് ചോദിക്കുകയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരത്താണ് വന്നത് എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഉള്ളവർക്കൊക്കെ പനിയായിരുന്നു. നബിദിനം കഴിഞ്ഞിട്ട് വന്നത് അറിഞ്ഞുള്ളൂ, നല്ല പനിയാണെന്നൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷെബിത്താത്ത അവിടെ നിന്ന് തിരുമ്പണുണ്ട്. ചെക്കന്മാരുടെ ഷർട്ടൊക്കെ കല്ലുമ്പോൾ തിരുമ്പണുണ്ട് കേട്ടോ അവർ. അങ്ങനെ വർത്താനം പറയണതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ എന്താ വെച്ചിങ്ങനെ രാവിലെ വരാറ്, ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വരാറ്. ഇപ്പോൾ രാത്രിയല്ലേ എത്തിയത്. അപ്പോൾ ഇവരൊന്നും കണ്ടിട്ടില്ല വന്നതൊന്നേ. അല്ലെങ്കിൽ വന്ന പക്ഷേ ഞാൻ മുറ്റടിക്കുന്നതും ചോറ് വയ്ക്കുന്നതും അടുക്കളയിൽ നിൽക്കുന്നത് അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചോദിക്കുക വന്നത് എപ്പോഴാന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മുറ്റടിയൊക്കെ കണ്ട് കഴിഞ്ഞു. തിരുമ്പാൻ കിടക്കുന്നുണ്ട്. മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ, മാന്തൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ മാന്തൾ കൂട്ടാൻ വെക്കണം. വർത്താനം പറച്ചിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ. ഞാൻ വർത്താനം പറയണുണ്ട്, ഒപ്പം തീ ഇടാന്ന് വിചാരിച്ചത് കേട്ടോ. തീ ഇടാച്ചെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ തീ ഇടാന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ തീ ഇടുന്നതൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മുറ്റടിക്കലാണ്ട് കഴിഞ്ഞ് അവരോട് 2 വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് വന്ന് മാന്തൾ വെള്ളത്തിലിടുകയാണ്. അപ്പോൾ നല്ല മാന്തൾ തന്നെ കിട്ടിയേക്കണം, ചെറിയ മാന്തൾ. അപ്പോൾ അത് പുളിഞ്ചാറും വയ്ക്കാം, കുറച്ച് പൊരിക്കും ചെയ്യാം. അങ്ങനെ ഒരു ഇതാട്ടാ. അപ്പോൾ ഇക്കാക്ക് എന്താ ഞാൻ കൂട്ടാൻ വെച്ചിട്ട് കുറേ 2-4 ദിവസമായില്ലോ ഞാൻ കൂട്ടാൻ വെച്ചത് കൂട്ടിയിട്ട്. അപ്പോൾ ഒക്കെ പറയുക ഈ കൂട്ടാൻ വെച്ചത് കൂട്ടിയിട്ട് ആരും വെച്ചതൊക്കെ പിടിക്കുന്നില്ല എന്നൊക്കെ പറയട്ടെ എൻ്റെ അടുത്ത്. അങ്ങനെ മീൻ നന്നാക്കും വേണം, തിരുമ്പും വേണം. അപ്പോൾ മീൻ നന്നാക്കുമ്പോൾ എന്തായാലും തിരുമ്പാൻ പറ്റില്ല. എന്താ വെച്ചിങ്ങനെ തുണികളൊക്കെ മീൻ നാറും. പക്ഷേ മാന്തളായി നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വെറുതെ എന്തായാലും സോഫയിൽ ഇരിക്കല്ലേ. അപ്പോൾ ഞാൻ ഇക്കാനോട് വിളിച്ചു, ഒന്ന് തിരുമ്പിയിട്ട് തിരുമ്പാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊക്കെ വീട്ടിൽ പോയി ഇക്കാടെ ഷർട്ടും മുണ്ടൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ആരും തിരുമ്പാറിഞ്ഞിരുന്നില്ല, ഇപ്പോൾ ഒക്കെ പഠിഞ്ഞു. അപ്പോൾ ഒക്കെ പറഞ്ഞു എന്നാൽ തിരുമ്പി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇക്കാണ് എനിക്ക് തിരുമ്പി തരുന്നത് കേട്ടോ. തിരുമ്പി വരുമ്പോൾ ആകെ സംശയമായി. ഇങ്ങടല്ലേ തിരിക്കുന്നുണ്ട് വെച്ചിട്ട് നിൽക്കട്ടോ, ഒന്നും അറിയാത്തണ്ടി. അപ്പം എന്നെ കണ്ടതിനൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പണി പറഞ്ഞാണല്ലോ ഒരുപാട് സംശയമൊക്കെ ഇങ്ങനെ ചോദിക്കും. ഇത് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ ഞാൻ മീൻ നന്നാക്കുന്നുണ്ട്. ഒപ്പം കൺഫർട്ട് എടുത്ത് കൊടുക്കുമ്പോൾ എനിക്കവിടെ കയ്യിൽ മീനിൻ്റെ വെള്ളമായി. അപ്പോൾ ഒക്കെ മണത്ത് നോക്കുമ്പോൾ ഈ പൊട്ട മണട്ട മീനിൻ്റെ മണക്കാക്ക് മീനിൻ്റെ മണം തീരെ ഇഷ്ടമല്ല. എൻ്റെ കയ്യുമ്പോൾ തൊട്ടു, എൻ്റെ കയ്യിൽ വെച്ചെങ്കിൽ മീൻ നന്നാക്കിയ വെള്ളം ഇതാണ്. അപ്പോൾ ഇക്കാക്ക് ആകെ മീനാറ്റായി. അപ്പോൾ അങ്ങനെ മണത്ത് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കൈയൊക്കെ മണത്ത് നോക്കണമുണ്ട്, കണ്ടില്ലേ? കൈ മണത്ത് നോക്കിയിട്ട് കഴുകി കളയാട്ടോ. ഞാനവിടെ നിന്ന് ചിരിക്കട്ടെ. ഇക്ക അങ്ങനെ കാണിക്കുമ്പോൾ ഒക്കെ ചിരിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്നിട്ട്. പിന്നെ എന്താ നമ്മൾ ഉണക്കണതിൽ ഇടുന്നതിൽ ഡ്രൈ ആക്കില്ല, അതിലുണ്ട് എന്ന് കിടക്കണ തൊപ്പിയാന്ന് അറിയില്ല. ഒരു തൊപ്പി ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ, കാണാനില്ല. ഞാൻ തൊപ്പി എന്താ കഴുകിയിട്ട് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെ ഒപ്പം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണേക്കുക എന്ന് കിടക്കുന്നതാണാവോ. ഇതൊക്കെ അത് വടികൊണ്ട് തോണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്തു കിട്ടാം. അപ്പോൾ കണ്ടപ്പോൾ തൊപ്പിയാണ്. അപ്പോൾ ഏതോ തൊപ്പി കാണാണ്ടായ തൊപ്പിയാണ് കേട്ടോ, കണ്ടില്ലേ?
അപ്പോൾ എന്ന് കിടക്കണതാന്നൊക്കെ പറയും എൻ്റെ അടുത്ത്. അങ്ങനെ അത് ഇട്ട് കൊടുത്തപ്പോൾ പൂച്ചോളുടെ വിചാരം അത് മീനെ വെച്ചിട്ട് എന്താ പൂച്ചോള് ഉണ്ട് വിറക് അതിൻ്റെ മുകളിലേക്ക് കയറുന്നു. പൂച്ചോള് വെച്ചാൽ മീൻ നന്നാക്കണതും ഇത് എന്താ പറയുക, മീനിൻ്റെ കുറേ അങ്ങോട്ട് എടുത്ത പൂച്ചോള് ഇവിടുന്നൊക്കെയോ ഓടി വിരച്ചിട്ടാ. അങ്ങനെ പൂച്ചോളുടെ കളി അവിടെ പട്ടിയോളും ഉണ്ട് കേട്ടോ. അങ്ങനെ തിരുമ്പലും തോരട്ടേലൊക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കുറച്ചൊക്കെ കൈസഹായമൊക്കെ ഉണ്ടായി. എന്താ വെച്ചെങ്കിൽ കൂട്ടാനും വേഗം ആവണേ, അതിന് വേണ്ടിയിട്ട് എന്നെ സഹായിക്കട്ടാ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആയില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വീട്ടിൽ പണിക്ക് പോകാണ്ട് വീട്ടിൽ ഇരുന്നാണ്ടല്ലോ ഒക്കെ ഭയങ്കര വിശപ്പാണ്. വേഗം ചോറ് വേണം. ഇപ്പോൾ കച്ചവടത്തിന് പോവുക വെച്ചിട്ടുണ്ടല്ലോ 1 മണി 1:30 ചോറ് കഴിക്കുക. അപ്പോൾ വിശപ്പൊന്നുമില്ല. അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര വിശപ്പാട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. കച്ചവടത്തിന് പോകാത്തത് വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോവുള്ളൂ കച്ചവടത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻ പൊരിക്കുകയാണ്. മാന്തൽ നന്നായിട്ട് കായം പരത്തിൻ്റെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് പരത്തി വെച്ചു. കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് വെച്ച് അത് കഴിഞ്ഞിട്ടാണ് പൊരിക്കണത്. അപ്പോൾ എന്താ മീൻ പൊരിച്ച് കഴിഞ്ഞാൽ നന്നായി മൊരിയാൻ പാടില്ലൊക്കെ. ചിലവർക്ക് ഇക്കാട് ഉപ്പാക്കുക വെച്ചെങ്കിൽ നന്നായിട്ട് മൊരിയണം. അവിടെ ഞാൻ തറവാട്ടിൽ നിൽക്കുമ്പോഴേ കല്യാണം കഴിഞ്ഞ് വന്ന വർഷത്തിൽ ഇപ്പോൾ എപ്പോഴും പറയും നന്നായി മൊരിക്കിട്ട മുളയെന്ന് ഇങ്ങനെ പറയൂട്ടാ. അപ്പോൾ ഇക്കാക്ക വെച്ചെങ്കിലോ മൊരിയാനും പാടില്ല. ഞാൻ എന്താ ചെയ്യുക, ഉപ്പാക്കാണെങ്കിൽ മൊരിയാനും നന്നായി മൊരിയും വേണം. എന്താ വെച്ചാൽ മുള്ളൊക്കെ അടിച്ച് മുറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇക്കാക്ക വെച്ചെങ്കിൽ മൊരിയാനും പാടില്ല. അങ്ങനെ 2 ആൾക്കും അങ്ങനെ ഒരാൾക്ക് മൊരിഞ്ഞതും ഒരാൾക്ക് മൊരിയാത്തതും ഒക്കെ ഉണ്ടാക്കലായിരുന്നൊക്കെ പണി. അങ്ങനെ ചോറ് അങ്ങോട്ട് കൊടുത്തു ഇക്കാക്ക്. വയറടുത്ത് ചോറ് നിന്നിട്ട് 2 പ്രാവശ്യം മേടിച്ച് ചോറ് തിന്നു. അപ്പോൾ ഒക്കെ പറയാം 2-4 ദിവസമായി ശരിക്കും വയറടിച്ച് ചോറ് നിന്നിട്ട് പറയാം ഇക്കാക്ക് എൻ്റെ എരിവും പൊളിയില്ലാണ്ട് ഇക്കാക്ക് ചോറ് കഴിക്കാണ്ട് ഒരു സുഖമില്ല. അങ്ങനെ എൻ്റെ ചോറ് കഴിക്കലും കറണ്ട് പോയിട്ട് ഇവിടെ കറണ്ട് പോയിട്ട് ചൂട് എടുത്തിട്ട് ഒരു ഭാഗമില്ല. ഇപ്പോൾ കറണ്ട് ഇല്ലയെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കാട്ടി തന്നത് ഉണ്ണിമോൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതായിട്ട് മദ്രസയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ എന്താ ചോറയ്ക്കലൊക്കെ അത് കഴിഞ്ഞു. എൻ്റെ ചോറയ്ക്കൽ കഴിഞ്ഞു, തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല പുഴുക്കുണ്ടായിരുന്നു കറണ്ട് ഇല്ലാണ്ട്. ഇക്ക പിന്നെ കുട്ടികളെ വിളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ചായ വയ്ക്കുന്നുണ്ട്, പാൽ ചായ. പിന്നെ ഇക്കാക്കുള്ള കട്ടൻ ചായ അപ്പുറത്ത് ഞാൻ വയ്ക്കുന്നുണ്ട്. ഇക്കാട് ഉപ്പിമ്മയും കൂടിയിട്ട് അവിടെ വിറക് ആകെ 2 ആൾക്കാരുള്ളൂ. ഈ കണ്ട വിറക് അവർക്ക് വേണം. കണ്ടില്ലേ നല്ല തല്ലൂട്ട്. 2 ആളും കൂടി അങ്ങോട്ട് പിടിച്ചിടുമ്പോൾ നിങ്ങളെന്താണ് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നത് ഇങ്ങോട്ട് വയ്ക്കുന്നത് പറഞ്ഞിട്ട് നല്ല അങ്കാട്ട് 2 ആളും കൂടിയിട്ട് അവിടെ. അങ്ങനെ നല്ല മഴക്കാറുണ്ടേ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ചുള്ളിവർഗമൊക്കെ നനയില്ലോ. അപ്പോൾ മഴ കൊള്ളാണ്ട് അവർ എന്താ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലപ്പോൾ അവിടെ ചെയ്യണം കേട്ടോ. അങ്ങനെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു. പരീക്ഷ പേപ്പർ കിട്ടിയിട്ടുണ്ട്. പരീക്ഷ പേപ്പർ കിട്ടിയപ്പോൾ പൈസയ്ക്ക് മാർക്ക് കുഴപ്പമില്ല. എ ഗ്രേഡൊന്നും അങ്ങനെ ഇല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. കുഞ്ഞോൾക്ക് നല്ല മാർക്കുണ്ട് കേട്ടോ. ഫുള്ള് എ ഗ്രേഡൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് സന്തോഷമായി. പിന്നെ പൈസയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയാം. എന്താ ജസ്റ്റ് പാസ്സൊക്കെ തന്നെയാണ്. പഠിക്കാൻ ഭയങ്കര മടിയാട്ടോ. അവന് കളി മാത്രമേ ഉള്ളൂ. പഠിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും കുഴപ്പമില്ല, ജയിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിമോളുടെ കാര്യം ഒക്കെ നോക്കുകയാണ് കേട്ടോ. അവൻ്റെ പരീക്ഷ പേപ്പറൊക്കെ എടുത്ത് നോക്കട്ടെ പിച്ചിന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളോട് പറയുകയാണ് നിങ്ങളൊക്കെ പഠിച്ചിട്ട് വലിയ ആളായിട്ട് നിങ്ങൾ നോക്കൂ, നമ്മളിങ്ങനെ ഉപ്പച്ചീനൊക്കെ നോക്കൂ. അപ്പോൾ ഇക്ക പറയും അവർ നോക്കും, കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കൂ ഇത്രേ. അപ്പോൾ ഞാൻ പഠിക്കൂ, ഞാൻ നന്നായി പഠിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ പറയുമ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർ പഠിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു സാധനം ഇപ്പിച്ച് മേടിച്ച് തരില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ ഡയലോഗൊക്കെ അവിടെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉമ്മ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പഴം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടൊരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിമോള് വന്നിട്ട് നോക്കി നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയത് ഒരു വിഷയത്തിൽ മാത്രം മാർക്കില്ല, ബാക്കി വിഷയത്തിലൊക്കെ നല്ല മാർക്കുണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ട് നിൽക്കുക കേട്ടോ. അത് എന്തിലാ വെച്ചെങ്കിലോ മാത്സിലാണ്. മാത്സ് ഇവൾക്ക് ഏറ്റവും അടിപൊളി, നന്നായി പഠിക്കണം. മാത്സ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അതിൽ മാർക്ക് തീരില്ല. അതാണ് ഇക്കും ഇക്കാക്കും ഭയങ്കര വിഷമമായി. ഒരു ടീച്ചർക്കും ഭയങ്കര വിഷമമായി. ആകെ വിഷമമായിട്ടാണ്. അതാണ് ഇപ്പോൾ അവൾ ഇങ്ങനെ നിൽക്കണത്. മാത്സ് ഭയങ്കര എളുപ്പമുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഭയങ്കര ഇടങ്ങാറായി. അപ്പോൾ പേടിച്ചിട്ട് നിൽക്കട്ടെ, ഞാൻ ചീത്ത പറയൂ. കണ്ടില്ലേ അടുത്തേക്ക് വരുന്നുമില്ല. പിന്നെ കരച്ചിലൊക്കെ കഴിഞ്ഞു, നല്ല കരച്ചിൽ കഴിഞ്ഞു. മാർക്കില്ലാത്ത കാരണം ഭയങ്കര കരച്ചിലായിരുന്നു.
അതിപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇടയ്ക്ക് ഒരു മൂഡുണ്ടായിരുന്നില്ല. ഞാനും ആകെ ഡള്ളായിപ്പോയി മാർക്ക് കേട്ടപ്പോൾ. അങ്ങനെ ഇത് വന്ന് കഴിച്ചോ എന്നൊക്കെ പറയട്ടെ. ഞാൻ സാരില്ല പോട്ടെ, ഞാൻ പിന്നെ ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒന്ന് സോൾവായി. ഇവരെയൊക്കെ മദർസയിൽ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുക്കി ഒക്കെ ഇതാ മദർസയിൽ പോകുന്നുണ്ട്. മദർസയിൽ പോകാൻ വേഗം അങ്ങോട്ട് എടുത്തപ്പോൾ ബുക്ക് കാണാനില്ല. അപ്പോൾ അതുള്ള തെരച്ചിലാട്ടാ. അങ്ങനെ യായാണ് അവൾക്ക് ബുക്ക് എടുത്തു കൊടുത്തത്. പിന്നെ ഇവർക്ക് മദർസ കിട്ടിയ ബാഗാട്ടാ. അവൾക്ക് നിബിധനത്തിന് കിട്ടിയ ബാഗ് ഞാൻ ഗിഫ്റ്റൊക്കെ കാണിക്കാൻ മറന്നൂലേ. അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് കിട്ടിയ സമ്മാനമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എന്താ വെച്ചാൽ പറയുക, കമൻറ്റൊക്കെ ഇടേട്ടാ. അങ്ങനെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തോളിട്ടാ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കുകയാണ്. പിന്നെ കമൻറ്റ് എന്തായാലും കമൻറ്റ് നിങ്ങളുടെ വേണം, നിർബന്ധമാണ് ഇട്ടേക്ക്. നിങ്ങൾ കമൻറ്റൊക്കെ കേൾക്കുമ്പോഴല്ല കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ടേക്ക്. അങ്ങനെ എല്ലാവരോടും ഒത്തിരി സ്നേഹമായിട്ടേക്ക്. നിങ്ങളൊക്കെ കമൻറ്റൊക്കെ വായിക്കുമ്പോഴൊക്കെ ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളുടെ അടുത്ത്. പിന്നെ എന്താ, നല്ല മഴക്കാറുണ്ട്. തുലാമാസം ഒന്നും ആയിട്ടില്ല അല്ലേ. ചിങ്ങമാസം അത് കഴിയാറായി തോന്നുന്നുണ്ട്. പിന്നെ കന്നി തുലാമാസമൊക്കെ ഇടി മഴയൊക്കെ ഉണ്ടാവും. പേടിയാവണു. ഇടിയൊക്കെ ഭയങ്കര പേടിയായിട്ടൊക്കെ. അങ്ങനെ ഞാൻ തീ ഇടാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒക്കെ ഒത്തിരി തീ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിടന്ന് കത്തണുണ്ട്. അങ്ങനെ നേരം മോന്തിയായി തുടങ്ങി. ഇനി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. പിന്നെ ഞാൻ കുട്ടികൾക്ക് കിട്ടിയ സമ്മാനം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. എന്താ കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. 3 ആൾക്കും 3 ബാഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പൈസയ്ക്ക് ദഫ് കഴിച്ചിട്ട് കിട്ടിയ പാത്രമാണ് കേട്ടോ. പിന്നെ 3 കുപ്പി, സ്റ്റീലിൻ്റെ കുപ്പി. പിന്നെ ഉണ്ണിമോൾക്ക് സർട്ടിഫിക്കറ്റ്, 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.